രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാ നടപടി ഉടൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. AICCയുടെ നിർദ്ദേശം കൃത്യമായി വരികയും ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഉടൻ രാജിവെക്കും. രാഗിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. രാഗിൻ, രാഹുൽ നിലവിൽ എവിടെയാണ് ഉള്ളത്? രാഹുലിന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകുമോ? രാഹുൽ നിലവിൽ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല, ഇതുവരെ ഒരു മറുപടിയും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. അന്ന് നേരത്തെ ആരോപണമുണ്ടായപ്പോൾ ആണ് പുറത്തു വന്ന് ഹൂ കെയേഴ്സ് എന്ന ഒരു ചോദ്യം ചോദിച്ചത്. അല്ലാതെ ഒരു തരത്തിലുള്ള മറുപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതിൽ മറുപടി പറയണമെന്ന ആവശ്യം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളടക്കം രാഹുലിനെ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. ഉടൻ തന്നെ ഹൈക്കമാൻഡ് ഇടപെടുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസിനകത്ത് പുകയുന്ന ഒരു വിഷയമാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോഴും ആ നടി റിനി ഇതുവരെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ പേര് പറഞ്ഞിരുന്നില്ലെങ്കിലും ആ ഇൻഡിക്കേഷൻസും സൂചനകളും വളരെ കൃത്യമായിരുന്നു, വളരെ വ്യക്തമായിരുന്നു. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നേരത്തെ BJP അവിടേക്ക് മാർച്ച് നടത്തിയിരുന്നു, ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളും മുന്നിലുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായവും കോൺഗ്രസിനകത്ത് ഉണ്ട്. മാത്രമല്ല, കോൺഗ്രസിനകത്ത് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള ഒരു ഗ്രൂപ്പിസം, ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലുള്ള ചില നിലപാടുകൾ, അതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ വിഷയത്തിന്റെ ഒരു ഭാഗമായി തന്നെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അത്തരം ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ ഈ നിലപാട് സ്വീകരിക്കണം രാഹുലിനെതിരെ എന്ന കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസിലെ അണിയറ വർത്തമാനം. എന്തായാലും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. രാഹുൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നടി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല, മറിച്ച് ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സംഘടനാപരമായിട്ടുള്ള നടപടി അത് പാർട്ടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇവരൊക്കെ തന്നെ നേരത്തെയും പല കോൺഗ്രസ് നേതാക്കളോടും ഒക്കെ തന്നെ ഈ വിഷയം സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അതിൽ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തിരുത്തലുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിലാണോ പെരുമാറേണ്ടത് എന്ന ചോദ്യവും വളരെ പ്രസക്തമായി തന്നെ അവർ ഉന്നയിക്കുകയാണ്. പല വിഷയങ്ങളിലും ധാർമ്മികമായിട്ടും ഒക്കെ ഉള്ള ശക്തമായിട്ടുള്ള നിലപാടെടുത്ത വ്യക്തി എന്ന നിലയിൽ കൂടി ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന കാര്യവും വളരെ വ്യക്തമാണ്. അതിനൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട ഒന്ന്, ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ പെൺകുട്ടിക്കെതിരെ ഉണ്ടാകുന്ന സൈബർ അതിക്രമമാണ്. ആ പെൺകുട്ടി CPM നേതാക്കളുമായി ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചവരുടെ രാഷ്ട്രീയ താല്പര്യമാണ് ഈ വെളിപ്പെടുത്തലിന്റെ പിന്നിൽ എന്നത് പറഞ്ഞുകൊണ്ട്. നോക്കൂ, അവരൊരു മുൻ മാധ്യമ പ്രവർത്തകയാണ്, മോഡലാണ്, നടിയാണ്, അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയണം എങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സ്വഭാവ ഹത്യ നടത്തിക്കൊണ്ടല്ല നിങ്ങൾക്ക് രാഷ്ട്രീയ പരിചയം ഒരുക്കേണ്ടത് എന്ന മിനിമം ബോധമെങ്കിലും, നേരത്തെ ഡോക്ടർ ജിൻഡോ ജോൺ അത് കൃത്യമായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുമുണ്ട്. അത്തരം മിനിമം ബോധമെങ്കിലും വെച്ചു പുലർത്തുക എന്ന് പറയുന്നതും ഒരു മോശം കാര്യമല്ല.